ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗ് നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആർസണൽ മത്സരം 5-1 എന്ന ബ്രഹ്മാണ്ഡ സ്കോറിൽ ആർസണൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടുകൂടി 50 പോയിന്റുമായിട്ട് പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ആർസണലും 41 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് സിറ്റിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എന്താണ് ഗൈസ് ആർസണലിന് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത്രയും അഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ്, അതും ഒരു ഗോൾ സ്കോർ ചെയ്തു, 2, 3, 4 സ്കോർ ചെയ്തിട്ട് അഗെയിൻ സ്കോർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതും മാക്സിമം സിറ്റീനെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റും അത്രത്തോളം നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഡിസിഷനാണ് സിറ്റിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള ഒരു പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു സ്ക്വാഡിൽ നെഗറ്റീവ് പറയാനായിട്ട് ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവസാനം കളിച്ച ആ ഒരു കർബാവോ കപ്പിൽ യുണൈറ്റഡുമായിട്ടുള്ള കളിച്ച മത്സരത്തിൽ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ പ്ലെയറാണ് ഒഡേഗാർഡ്, അതുപോലെ കായ് ഹവേർട്സ്. ഈ ഒരു മത്സരത്തിൽ മിന്നും പ്രകടനമാണ് കാണാൻ വേണ്ടി സാധിച്ചത്. സിറ്റിയുടെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം എഗെയിൻ കംബാക്ക് വരണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ല പെപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ സിറ്റി പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഹാലൻഡ് എന്തൊക്കെയോ ചെയ്യണം, മാക്സിമം എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഒരു തരത്തിലുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു. പക്ഷെ ഒരു ഹാലൻഡ് വിചാരിച്ചത് കൊണ്ട് മാത്രം ഒന്നും തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഡിഫെൻസീവിലേക്ക് വരുന്ന സമയത്ത് അട്ടപ്പടലം ഫ്ലോപ്പായിരുന്നു. ന്യൂനസ് ആയാലും അതുപോലെ സ്റ്റോൺസ് ആയാലും ഒരു തരത്തിലും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഗോളിയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രയും ബിഗ് സീറോ ആയിരുന്നു. ബിഗ് സീറോ എന്ന് തന്നെയാണ് എനിക്ക് ഒരു മത്സരത്തിൽ പറയാനുള്ളത്. എന്താണ് സിറ്റിക്ക് സംഭവിച്ചത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. റീസെൻ്റ്ലി അവർ ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഇതുപോലുള്ള ഒരു തോൽവി കോൺഫിഡൻസിൽ നല്ല രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതും ഇനി വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരം റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റിയാണ്. പക്ഷേ രണ്ട് ടീമിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് ടീമിനും ഡിഫെൻസീവ്ലി നല്ല ഫ്ലോപ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗൈസ്, സിറ്റി പഴയ ഒരു പ്രൈം ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.